ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിപ്പോൾ ഒരു ബ്രഷാണ് കേട്ടോ. ഒരു 100 സംതിങ് രൂപയാണ്. ഞാൻ എത്ര രൂപയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൽ എഴുതി കാണിക്കാം കേട്ടോ. 100 എത്രയാണ്. നല്ല ബ്രഷാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രഷാണ് ഇത്. നമുക്ക് നമ്മുടെ സോഫയിലും സെറ്റിയിലൊക്കെയുള്ള പൊടികൾ മാറ്റാനും നമ്മുടെ കാറിലൊക്കെ ഡസ്റ്റൊക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ പറ്റിയ നല്ലൊരു ബ്രഷാണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. നമുക്കിത് ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഗ്യാപ്പുകളിലെല്ലാം നമുക്ക് ആ ബ്രഷ് അതുപോലെ ഇറങ്ങും. എന്നിട്ട് നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു പൊടികളോ എന്തെങ്കിലുമൊക്കെ കുട്ടികൾ അതിനുള്ളിലൊക്കെ പ്രസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇതുപോലെ സൈഡ്സൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യാം. കാറിലും കാർ സീറ്റും അതുപോലെ തന്നെ താഴെയൊക്കെ നമുക്ക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ തൂത്തെടുക്കാൻ പറ്റും. നല്ലൊരു ബ്രഷാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ആ ഒരു റേറ്റിന് നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാൻ പ്രൈസ് ഇതിൽ എഴുതി കാണിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, അപ്പോൾ ഞാനൊന്ന് എടുത്തിട്ട് ഇതിൽ എഴുതി കാണിക്കുന്നതാണ്. മീഷോയുടെ ഒരുപാട് 200 രൂപയിൽ താഴെയുള്ള പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇത് നമുക്ക് ചിലന്തിവലയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയ ബ്രഷാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് യൂസ് ചെയ്തു. പക്ഷേ നമുക്കിങ്ങനെ നമ്മൾ ആഡിലൊക്കെ കാണിക്കില്ലേ, ഇതിങ്ങനെ നമുക്ക് വലിച്ച് നോക്കാൻ പറ്റും. കുറച്ച് ലെങ്ത്ത് കൂട്ടാൻ പറ്റും കേട്ടോ. നമ്മൾ ഇതിലൊക്കെ കാണിക്കുന്ന പോലെ ഫാനിലിങ്ങനെ മടക്കിയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ, അത്രയും വലിപ്പമുണ്ട് അതിന്. അങ്ങനെ വളയില്ല കേട്ടോ. ഫാനിൻ്റെ ആ ഒരു ഷേപ്പിലങ്ങനെ വളയുന്ന ആ ടൈപ്പല്ല ഇത്. നമുക്ക് നോർമലി പൊടി അടിക്കാം, നമുക്ക് ചിലന്തി വലയൊക്കെ എടുക്കാനും ഫാനൊക്കെ തുടയ്ക്കാനും ഒക്കെ പറ്റും. പക്ഷേ ഇങ്ങനെ വളയ്ക്കാനൊന്നും പറ്റില്ല കേട്ടോ. നന്നായിട്ട് നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ. അതാണ്ടോ മുകളിൽ, ശരിക്കും പറഞ്ഞാൽ മുകളിൽ തട്ടും അത്രയും ലെങ്ത്ത് ഉണ്ട് അതിന്. നമുക്കിങ്ങനെ നൂത്ത് എടുക്കാൻ പറ്റും കേട്ടോ. എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. കണ്ടോ, ഇത്രയും ലെങ്ത്ത് ഉള്ളൊരെണ്ണമാണ്. നല്ല ആണ്. എന്നാൽ ഭയങ്കര ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം ആ ഒരു റേറ്റിനുള്ള 100 സംതിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ റേറ്റ്. ആ ഒരു റേറ്റിനുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഭയങ്കര ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഒരു പ്രോഡക്റ്റ്. നമുക്ക് നല്ല ചെറുതാക്കിയിട്ട് ഇതുപോലെ പൊടിയടിക്കാനും പറ്റും. നല്ല ചെറുതാക്കാം നമുക്ക്. ടേബിളിൻ്റെ മുകളിലും അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പൊടികളൊക്കെ ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് ലെങ്ത്ത് ആക്കുക. അങ്ങനെ പൊടിയടിക്കാൻ പറ്റും കേട്ടോ. ജനലിലൊക്കെയുള്ള പൊടിയെല്ലാം നമുക്കിതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കാം. അപ്പോൾ അത് വയ്ക്കാം. ഇനി ഇത് 3 ഉണ്ട് കേട്ടോ. ഇതെന്താന്ന് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ, ഇത് കുറച്ചിങ്ങനെ കുറച്ച് സോഫ്റ്റാണ്, റബ്ബർ പോലുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് നമ്മുടെ ഗ്ലാസ്സൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്യാനും ഗ്ലാസ് വാഷ് ചെയ്യാനൊക്കെ പറ്റും നമുക്ക്. ഇപ്പോൾ ഒരുവിധം വീടുകളിലെല്ലാം ഗ്ലാസ് ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ അതിനെ ഇതുപോലെ വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ നല്ല ക്ലീൻ ആകും കേട്ടോ. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോകും. അപ്പോൾ നമുക്കിങ്ങനെ നീക്കിയിട്ട് സിങ്കിലേക്ക് മാറ്റാം. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ ഇത് നമുക്ക് കൈകൊണ്ട് തുടയ്ക്കുന്നതിനും തുണി എടുക്കുന്നതിനും പകരം ഇതുകൊണ്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് മാറ്റാൻ പറ്റും. നമുക്ക് സിങ്കിലേക്ക് തന്നെ അങ്ങനെ വൈപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ആ സിങ്കിലേക്ക് അങ്ങ് മാറ്റാൻ പറ്റും. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ഇങ്ങനെ കുറച്ച് കൗണ്ടർ ടോപ്പിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്ത് 3 ഉണ്ട് കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റാണ്. നല്ല നീറ്റാവും. ഒരു പൊട്ട് പോലും വെള്ളം ഇരിക്കില്ല കേട്ടോ. നന്നായിട്ട് നമുക്കിങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യാനും, അതായത് നമ്മുടെ ഇപ്പോൾ ഒരുവിധം എല്ലാ വീടും ഗ്ലാസ് ആണല്ലോ, ഡോസ് ആണെങ്കിലും എല്ലാം. അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും അതിൽ വെള്ളം വീഴുകയൊക്കെ ചെയ്താലും നമുക്കിതിനിങ്ങനെ നന്നായിട്ട് വൈപ്പ് ചെയ്ത് മാറ്റാൻ പറ്റും കേട്ടോ. നല്ലൊരു പ്രോഡക്റ്റാണ്. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെള്ളം വീണ് കഴിഞ്ഞാൽ നമുക്ക് തുണി കൊണ്ടൊക്കെ തുടയ്ക്കുന്നതിന് പകരം നമ്മുടെ കൈയൊന്നും എടുക്കണ്ട, കൈ നനയോ ഒന്നുമില്ല, നമുക്കിതുകൊണ്ടിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളായിട്ടൊരു പ്രോഡക്റ്റാണ്. 3 കിട്ടുന്നുണ്ട്. ഒരു പാക്കറ്റിൽ 3 കേട്ടോ. 3 ക്വാണ്ടിറ്റി ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നല്ല പ്രോഡക്റ്റാണ്. മീഷോയുടെ ഒരു 200 ബിലോ ഉള്ള ഒരുപാട് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ. ഇനി ഇതെന്ന് പറയുന്നത് നമ്മുടെ മെത്ത കവറാണ് കേട്ടോ. നമുക്ക് ബെഡിൻ്റെ കവറാണ്. ഇതിപ്പോൾ സിംഗിളിൻ്റെ ആണ് കേട്ടോ. ഇത് സിംഗിളാണ്. ഒരു പാക്കറ്റിൽ 2 കിട്ടുക. അതിൽ 300 സംതിങ് രൂപയാണ് കേട്ടോ. 340 അങ്ങനെ എന്തോ ആണ് റേറ്റ്. ഞാൻ എഴുതി കാണിക്കാം. ഇത് സിംഗിളിൻ്റെ ആണ്. പക്ഷേ നല്ല മെറ്റീരിയലാണ് കേട്ടോ. നല്ല തുണിയാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല വെയിറ്റുള്ള നല്ല കട്ടിയുള്ള തുണിയാണ്. ഇതിൽ ഒരു സൈഡിലായിട്ടാണ് സിബ് വരുന്നത് കേട്ടോ. സൈഡാണ് സിബ്. സിംഗിൾ മെത്തേഡാണ് 2 ഒറ്റ സെറ്റായിട്ടാണ് നമുക്ക് കിട്ടുക. 300 സംതിങ് രൂപയ്ക്ക് സിംഗിളിൻ്റെ 2 മെത്ത കവറാണ് കേട്ടോ കിട്ടുക.
സിബൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് ഈ ഒരു സൈഡിൽ കണ്ടോ, ഇത് രണ്ടും നല്ല വെയിറ്റാണ്. ഒരെണ്ണം തന്നെ എടുക്കുമ്പോൾ നല്ല വെയിറ്റാണ്. ഇനി ഞാൻ വലിയ മെത്തയ്ക്കുള്ളത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പക്ഷേ ഞാൻ വാങ്ങിച്ചത് കിങ് സൈസാണ് കേട്ടോ. പക്ഷേ എൻ്റെ ബെഡ് കിങ് സൈസ് അല്ല. അപ്പോൾ പക്ഷേ കുറച്ച് എക്സ്ട്രാ വരുന്നേ ഉള്ളൂ. ഞാനപ്പോൾ സൈസ് എടുത്തപ്പോൾ ഇനി നോർമലി ഉള്ള അളവ് എടുത്തു കഴിഞ്ഞാൽ ചെറുതായി പോകുമെന്ന് വെച്ച് പേടിച്ചിട്ട് കിങ് സൈസ് എടുത്തതാണ്. ഇതും സെയിം ആണ് കേട്ടോ. കളറ് വ്യത്യാസമേ ഉള്ളൂ. നല്ല വെയിറ്റാണ്, നല്ല കട്ടിയുള്ള തുണിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സാധാരണ നമ്മൾ വാങ്ങുമ്പോൾ 600, 800, 1000 രൂപയൊക്കെ കൊടുത്തിട്ടാണ് വാങ്ങാറ്. പക്ഷേ ഇത് നല്ല ക്വാളിറ്റിയാണ്. ഇതും ഒരു സൈഡിലാണ് കേട്ടോ സിബ്. ഇത് സൈഡിലല്ല സിബ്, നമ്മുടെ ഈ എൻഡിലായിട്ട്, ഏതെങ്കിലും ഒരു എൻഡിലായിട്ട് വരും. ഒരൊറ്റ സിബേ ഉള്ളൂ, സൈഡിലൊന്നുമില്ല. കണ്ടോ, ഇത് ഞാൻ മെത്തയിലിട്ട് കാണിച്ചു തരാം. ഇത് നമ്മുടെ സിംഗിളാണ്, റെഡ്. കണ്ടോ, നല്ല രസമുണ്ട്, നല്ല നീറ്റാവും കേട്ടോ. നമ്മുടെ മെത്തയൊക്കെ, വീട്ടിൽ മെത്തയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ കവർ വാങ്ങിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിടന്നോളും. ഇത് വലുതിൻ്റെയാണ് കേട്ടോ. കണ്ടോ, എക്സ്ട്രാ വരുന്നത് താഴോട്ട് കിടപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് കിങ് സൈസാണ് വാങ്ങിച്ചത്. അപ്പോൾ കറക്റ്റാണ് കേട്ടോ. നമ്മുടെ മെത്തയുടെ അളവിന് പറഞ്ഞ് ആ അളവിനനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കിങ് സൈസ് ഓർഡർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കും അകത്തേക്ക്. നല്ല ക്വാളിറ്റിയാണ്, നല്ല പെർഫെക്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് 300 സംതിങ് ആണ് വലുതിന്. ഇനി ഇതാ ഇതുപോലെ ടിഷ്യൂ പേപ്പർ. ഇതിപ്പോൾ നല്ല ക്വാളിറ്റിയാണ്. ഇത് പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ടിഷ്യൂ പേപ്പറൊക്കെ നോക്കുന്നവർക്ക് ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. ഇതും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ്. 100 എത്ര രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ വേണ്ടുന്നവർ വാങ്ങിച്ചു നോക്കുക. ഇതുപോലെ 2 റോളാണ്. ഇത് നമ്മുടെ നോർമൽ ടിഷ്യൂ പേപ്പറാണ്. നമ്മുടെ കിച്ചണൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നല്ലോ, അത് ഓൾറെഡി ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. അതും സൂപ്പർ പ്രോഡക്റ്റാണ്. നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാനും അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടിഷ്യൂ. ഇത് നമ്മുടെ നോർമൽ ടിഷ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഒരു സെറ്റിൽ 2 റോളായിട്ടാണ് കിട്ടുന്നത്. അതും അങ്ങനെയാണ് കേട്ടോ, ഒരു സെറ്റിൽ 2 റോളാണ് കിട്ടുക. അപ്പോൾ വേണ്ടുന്നവർ വാങ്ങിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ നല്ല ഇതാണ്. നമുക്ക് ഈ റോളിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇട്ട് വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ സ്റ്റാൻഡിലേക്ക് ഒരു റോൾ ഇട്ട് വെച്ചിരുന്നാൽ മതി. ആവശ്യത്തിനനുസരിച്ച് നമുക്കിങ്ങനെ ഓരോന്നായിട്ട് കീറിയെടുത്താൽ മതി. ആ ഒരു സ്റ്റാൻഡ് വേണ്ടുന്നവർക്കും ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിരിക്കാം. അതിൽ ചെക്ക് ചെയ്തിട്ട് സ്റ്റാൻഡ് വാങ്ങിച്ച് വെക്കാം കേട്ടോ. നല്ല ഇതാണ് കേട്ടോ. ആ സ്റ്റാൻഡിലാവുമ്പോൾ നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലോ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലോ എവിടെയെങ്കിലും അങ്ങനെ ആ സ്റ്റാൻഡിലിട്ടിങ്ങനെ വെക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. അപ്പോൾ മീഷോയിൽ നമുക്ക് ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ആദ്യമൊക്കെ എനിക്ക് തോന്നി മീഷോ റേറ്റ് കുറവായതുകൊണ്ട് ക്വാളിറ്റി ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ മീഷോയിൽ നിന്നൊന്നും അങ്ങനെ അധികം പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുള്ള ആളല്ല. പിന്നെ ഞാൻ 1-2 എണ്ണം ഇങ്ങനെ വാങ്ങിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു ബോക്സ് മോൾക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല സൂപ്പർ പ്രോഡക്റ്റാണ്. ഇതിൽ പാസ്വേഡൊക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. ഇത് ഇങ്ങനെ ജസ്റ്റ് കുറച്ചിങ്ങനെ ലെങ്ത് ഉണ്ട്, കുറച്ച് നീളമുണ്ട് കേട്ടോ. ഇത്തിരി നോർമൽ ബോക്സിനേക്കാൾ ഒരു ഇത്തിരി കൂടി നീളമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്തിരി കൂടി ലെങ്ത് ഉള്ളതായിട്ട് തോന്നി. നല്ലതാണ് കേട്ടോ. പാസ്വേഡൊക്കെ സെറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ളൊരു, നമുക്കതിൻ്റെ പാസ്വേഡ് ഓപ്പൺ ചെയ്തിട്ടാണ് തുറക്കാൻ പറ്റുക. അങ്ങനെയൊക്കെ മോൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മോൾ തന്നെ ഓർഡർ ചെയ്തതാണ്. ഇഷ്ടമായി, ഞാനിത് ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് കുറേ തവണ ഇങ്ങനെ പറഞ്ഞിരുന്നിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ്. പക്ഷേ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. നല്ലതാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബോക്സാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങിച്ച് നോക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ള ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ വാങ്ങിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഞാൻ പറഞ്ഞ പോലെ മീഷോ പ്രോഡക്ട്സിൻ്റെ ഒരുപാട് റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. വാങ്ങിക്കാൻ താല്പര്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.
3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്നെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല. അതിനായിട്ടാണ് അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്ത് അതിലാദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. താങ്ക്